സർക്കാരിനെതിരായ കടുത്ത വിമർശനങ്ങൾക്കിടെ വിഴിഞ്ഞത്തു കാണാതായ ജോണിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും. മന്ത്രിമാർക്ക് മുന്നിൽ ജോണിന്റെ മക്കൾ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി. ഈ ഘട്ടങ്ങളിലുള്ള ആ ഒരു ഇടപെടലാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം. ഇത് വരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായത്. ഒരു പക്ഷേ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ റിപ്പോർട്ട് വരുന്നത് വൈകിയാണ്. അതായത് 1 മണിക്കാണ് പപ്പയും മറ്റും കടലിൽ പോകുന്നത്. അപ്പോൾ 1 മണിക്ക് പോകുന്നവർക്ക് 2 മണിക്കാണ് അവരുടെ സൈറ്റിൽ കാര്യം അറിയുന്നത്. അപ്പോൾ വൈകുന്നേരം 4 മണിക്കാണ് സൈറൻ പോകുന്നത് അവർക്ക് അവിടെ. പക്ഷെ ഇതിനു മുമ്പേ പപ്പയും മറ്റും കടലിലായി കഴിഞ്ഞു. കടലിലായവർക്ക് ഇത് കൃത്യമായിട്ട് തിരിച്ചു വരാനായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ പോകാനായിട്ട് ഒരു വഴിയുമില്ല. ഇന്നിപ്പോൾ കാണാതിരുന്ന് 11 ദിവസമായി. 11 ദിവസമാകുമ്പോൾ ഈ 11 ദിവസം ഞങ്ങൾ അനുഭവിച്ച മാനസിക വ്യതകളെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് വെച്ചാൽ വിഷമമില്ല എന്നല്ല, അത് ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും വന്ന് പറയുന്നത്. ഇത് പറയുന്നത് നാളെ പപ്പ തിരിച്ചു വരുമെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു. നാളെ ഒരു പക്ഷേ വീണ്ടും പണിക്ക് പോകേണ്ടി വരും. ഇവിടെ ഉള്ളവർ വീണ്ടും പണിക്ക് പോകും. അപ്പോൾ കുടുംബങ്ങളിലുള്ള പെണ്ണുങ്ങൾക്കും വീട്ടിലുള്ള കുട്ടികൾക്കും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റണം. ഇതിനു വേണ്ടിയിട്ടാണ് ഓരോന്നും പറയുന്നത്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു. അവർക്കതിൻ്റെ കാര്യഗൗരവം കൃത്യമായിട്ട് മനസ്സിലായി. അതിനുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തും. ഇന്നലെ തന്നെ രാമേശ്വരം ഭാഗത്ത് സെർച്ച് നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ കളക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കുടുംബക്കാരെ ആശ്വസിപ്പിച്ചിട്ട് പോകുന്ന ആ ഒരു പ്രവണത അതിന് വരണം എന്ന് ഇവിടെ ആരും പറയുന്നില്ല. ഇനി ഇതിലുള്ള വീഴ്ചകൾ കണ്ടെത്തി അതിനെ പരിഹരിക്കുക, അതിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കണം, ആ ആവശ്യങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മന്ത്രിമാർ സന്ദർശനം നടത്തും. കൊല്ലത്തെത്തുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ നീണ്ടകരയിൽ വള്ളം മറിഞ്ഞു മരിക്കുകയും കാണാതാവുകയും ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ വീട് സന്ദർശിക്കും. അതിനിടെ കടൽക്ഷോഭത്തിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായതിനെ തുടർന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി വിളിച്ച യോഗം അല്പസമയത്തിനകം ചേരുന്നുണ്ട്. 11ാം ദിവസവും കാണാതായ 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അരുൺ സോളമൻ, എ വി ജയശങ്കർ എന്നിവർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം അരുണിലേക്കാണ്. അരുൺ, ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അതിനൊപ്പം ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ, സ്ഥലം MLA എം വിൻസെന്റ് തുടങ്ങിയവർ വിഴിഞ്ഞത്തേക്ക് എത്തി. ജോണിന്റെ വീട്ടിലെത്തി മക്കളുമായും കുടുംബവുമായും ആശയവിനിമയം നടത്തി. അവരുടെ പ്രതിസന്ധി പറഞ്ഞു. അച്ഛൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നീടും പണിയെടുക്കാൻ പോകണം, അവിടെ സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുങ്ങണം എന്നുള്ള ആവശ്യം അധികൃതർ കേട്ടിരിക്കുന്നു. ഇന്ന് 11ാം ദിവസം. മാധു, അതെ, 11 ദിവസങ്ങൾ പിന്നിടുകയാണ്. അപ്പോഴാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ഇപ്പോൾ ജോണിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. പുല്ലുവിളയിൽ എത്തിയ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനപ്പുറം തന്നെ അവർക്കൊക്കെ പറയാനുള്ളത് എന്താണെന്ന് കേട്ടു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് 8ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി ജിജിയെ വിളിക്കുന്നത്. ജിജിയെ വിളിച്ച് 4 മിനിറ്റ് സംസാരിച്ചെങ്കിലും ജിജിക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്നും തന്നെ മുഖ്യമന്ത്രി ചോദിച്ചില്ല. പകരം ആശ്വാസ വാക്കുകൾ പറഞ്ഞ ഫോൺ കോൾ അവസാനിപ്പിച്ചു. അവിടെയാണ് ഇന്നിപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ സ്ഥലം MLA എം വിൻസെന്റും ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ഇപ്പോൾ അവരെ കേട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോസ്റ്റ് ഗാർഡിന്റെ തിരച്ചിലാണ്. അത് ഏറെ വൈകി എന്നുള്ളത് ഇപ്പോൾ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. കാരണം ഇതിൽ ചില നിയമക്കുരുക്കുകളുണ്ട്. ആ നിയമക്കുരുക്കുകൾ ഉടൻ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരുമായി ഇടപെടൽ നടത്തുമെന്നാണ് 2 മന്ത്രിമാരും ഇപ്പോൾ ആ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, രാമേശ്വരം ഭാഗത്തുള്ള തിരച്ചിൽ നിർഭാഗ്യവശാൽ ഇതുവരെയും ചെന്നൈ കോസ്റ്റ് ഗാർഡിന്റെ അനുമതി സംസ്ഥാന സർക്കാരിന് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ അനുമതി കൂടി കിട്ടിയാൽ മാത്രമേ കുടുംബം ഉന്നയിച്ച ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം രാമേശ്വരം എന്ന് പറയുന്നത് അപകടം നടന്ന 16 നോട്ടിക്കൽ മൈലിന് അകലെയുള്ള തെക്ക് ഭാഗത്ത് ഏറ്റവും ഒഴുക്കുള്ള ഒരു മേഖല കൂടിയാണ്. ആ ഭാഗത്തേക്ക് ആയിരിക്കാം ഈ ജോൺ ഒഴുകിപ്പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയും മത്സ്യത്തൊഴിലാളികളും പങ്കുവച്ചിട്ടുള്ളത്. ആ ആവശ്യം അറിയുന്നത് തന്നെ മന്ത്രി 9ാമത്തെ ദിനമാണ്. ഇവിടെ ആദ്യത്തെ ഘട്ടത്തിലുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമായിരുന്നു. ആ മണിക്കൂറുകൾ വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ ഫിഷറീസ് വകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ ഏകോപിപ്പിക്കുന്നതിൽ വലിയ പരാജയം സംഭവിച്ചു എന്നുള്ളത് ഇന്നലെ ഷിജിന്റെ വീട്ടിൽ ഈ മുതലപ്പുഴയിൽ എത്തിയപ്പോൾ തന്നെ ജില്ലാ കളക്ടർ സമ്മതിച്ച ഒരു കാര്യമാണ്. എന്തായാലും SOP അടക്കമുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ചർച്ചകൾ നടക്കുകയാണ്. ഇന്ന് 11 മണിക്ക് ശേഷം ഇന്നിപ്പോൾ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഈ ചർച്ചയിലെല്ലാം ഇത് പങ്കെടുക്കുന്ന കൃത്യമായിട്ട് DD അടക്കമുള്ളവർ മുന്നോട്ട് വെക്കും. 2 ആഴ്ചക്കുള്ളിൽ SOP